നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷദം എഡ്യൂടെക്. 2025 ഷുവർ ഷോർട്ട് കറണ്ട് അഫയേഴ്സിന്റെ ഡിസ്കഷൻ ആണ്. ക്ലാസ്സിലേക്ക് പോയാലോ? ആദ്യത്തെ ഫാക്ട്, ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലെ ആനമല കടുവാ സംരക്ഷണ കേന്ദ്രത്തിലാണ്. തമിഴ്നാട്ടിലെ ആനമല കടുവാ സംരക്ഷണ കേന്ദ്രത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത്. കേരളത്തിന്റെ സംസ്ഥാന പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ. അപ്പൊ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം എവിടെയാണ് നിലവിൽ വരുന്നത്? ആനമല, തമിഴ്നാട്. 2025 79ാമത് സ്വാതന്ത്ര്യ ദിനത്തിൽ നടത്തിയ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു സുരക്ഷാ പദ്ധതിയെ കുറിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ആ സുരക്ഷാ പദ്ധതിയുടെ പേരെന്താണ്? മിഷൻ സുദർശൻ ചക്ര. മിഷൻ സുദർശൻ ചക്ര എന്നത് 79ാമത് സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ദേശീയ സുരക്ഷാ പദ്ധതിയാണ്. കര, ജല, വ്യോമ സേനകളുടെ ഏകോപിതമായ ഒരു നവീകരണത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഏത്? മിഷൻ സുദർശൻ ചക്ര. 2030 ഇത് ഈ ഒരു മിഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരംഭിക്കുന്നതാണ് മിഷൻ സുദർശൻ ചക്ര. ഓർക്കുക. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ്, 2025 ഓഗസ്റ്റ് മാസം 20 ലോക്സഭ പാസാക്കിയ ബില്ലാണ് പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ഓൺലൈൻ ഗെയിമിംഗ് ബില്ല്. അതായത് ഓൺലൈൻ ഗെയിമിംഗ് നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ ഡിജിറ്റൽ ചൂതാട്ടങ്ങൾ, ഡിജിറ്റൽ ആപ്പ് വഴി അല്ലെങ്കിൽ ഡിജിറ്റൽ വേ വഴിയുള്ള ചൂതാട്ടങ്ങളൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരു ബില്ല് കൊണ്ടുവന്നു. 2025 ഓഗസ്റ്റ് മാസം 20 ലോക്സഭ ഈ ബില്ല് പാസാക്കിയത്. ലോക്സഭയിൽ ഈ ബില്ല് അവതരിപ്പിച്ചത് ആരാണ്? അശ്വനി വൈഷ്ണവാണ് അവതരിപ്പിച്ചത്. ഏതാണ് ആ ബില്ല്? ഗെയിമിംഗ് ആപ്പുകൾക്കൊക്കെ തടയിടാൻ വേണ്ടി കൊണ്ടുവന്ന ബില്ലാണ് പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ഓൺലൈൻ ഗെയിമിംഗ് ബില്ല്. അപ്പൊ ഈ ഡേറ്റ് ഓർത്തിരിക്കണേ, 2025 ഓഗസ്റ്റ് മാസം 20. 2025 ഓഗസ്റ്റ് മാസം 20. ഇന്ത്യയിലെ ആദ്യത്തെ മൈനിങ് ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നത് എവിടെയാണ്? ജാർഖണ്ഡിലാണ്. മൈനിങ് ടൂറിസം ഇമ്പോർട്ടന്റ് ആണ്. മൈനിങ് ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നത് എവിടെയാണ്? ജാർഖണ്ഡ്. അടുത്തത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള 2 പദ്ധതികളാണ്. ഒന്ന്, തെലങ്കാന സംസ്ഥാനം ഏർപ്പെടുത്തിയ പദ്ധതി മഹാലക്ഷ്മി പദ്ധതി. ഇമ്പോർട്ടന്റ് ആണ്. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ എപ്പോഴും PSC ചോദിക്കാറുണ്ട്. മഹാലക്ഷ്മി പദ്ധതി എന്താണ്? ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രാ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് മഹാലക്ഷ്മി പദ്ധതി. ഈ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏത്? തെലങ്കാന. മറ്റൊരു പദ്ധതിയാണ് സ്ത്രീ ശക്തി പദ്ധതി. സ്ത്രീ ശക്തി പേര് പോലെ തന്നെ സ്ത്രീ ശാക്തീകരണത്തിനു വേണ്ടി അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പദ്ധതികളൊക്കെ ആവിഷ്കരിക്കാൻ ഒരു പദ്ധതി കൊണ്ടുവന്നു. സ്ത്രീ ശക്തി പദ്ധതി. സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണ് സ്ത്രീ ശക്തി. ഈ പദ്ധതി കൊണ്ടുവന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശ്. ഇനി നിങ്ങളോടുള്ളൊരു ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി വയോജന കമ്മീഷൻ നിലവിൽ വരുന്ന സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ആദ്യമായി വയോജന കമ്മീഷൻ ഏർപ്പെടുത്തുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ. ചശോത്തി ഗ്രാമം ജമ്മു കാശ്മീരിലെ ഒരു ഗ്രാമമാണ് ചശോത്തി ഗ്രാമം. അടുത്തിടെ മിന്നൽ പ്രളയമുണ്ടായ ജമ്മു കാശ്മീരിലെ ഗ്രാമം ഏത്? ചശോത്തി. നമ്മൾ കഴിഞ്ഞ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ ധരാലി ഗ്രാമത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഉത്തരാഖണ്ഡിലെ ഗ്രാമമാണ്. അവിടെ എന്താ ഉണ്ടായത്? മേഘവിസ്ഫോടനത്തെ തുടർന്ന് മിന്നൽ പ്രളയം ഉണ്ടായ ധരാലി ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരാഖണ്ഡ്. ഇവിടെ മിന്നൽ പ്രളയം ഉണ്ടായ ചശോത്തി ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ്. അടുത്തത് അരുന്ധതി റോയിയുടെ പുതിയൊരു പുസ്തകമാണ് മദർ മേരി കംസ് ടു മീ. മദർ മേരി കംസ് ടു മീ എന്നത് ആരുടെ പുസ്തകം? അരുന്ധതി റോയിയുടെ പുസ്തകം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. മദർ മേരി കംസ് ടു മീ എന്നത് ആരുടെ പുസ്തകം? അരുന്ധതി റോയിയുടെ പുസ്തകം. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ഫാക്ട്, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ 2025 ജൂലൈ മാസത്തിലെ കണക്കനുസരിച്ച്
ഇന്ത്യയുടെ ഈ സാമ്പത്തിക വർഷത്തിലെ അല്ലെങ്കിൽ നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചാ നിരക്ക് എത്ര? 6.5% ആണ് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചാ നിരക്ക്. 6.5%. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ 2025 ജൂലൈ മാസത്തിലെ കണക്കനുസരിച്ച് ഈ നടപ്പ് സാമ്പത്തിക വർഷം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച എത്രയാണെന്ന് ചോദിച്ചാൽ 6.5% ആണ്. ഓക്കെ, അടുത്തതൊരു സ്കീമാണ് പ്രധാൻമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന. പ്രധാൻമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന. ഇത് സ്വകാര്യ മേഖലയില് ആദ്യമായിട്ട് ജോലി ലഭിക്കുന്ന യുവാക്കൾക്ക്, അപ്പൊ യുവാക്കൾക്ക് മാത്രമല്ല യുവതികൾക്കും, അപ്പൊ ആർക്കായാലും സ്വകാര്യ മേഖലയിൽ ആദ്യമായി ജോലി ലഭിക്കുന്ന യുവാക്കൾക്ക് 15,000 രൂപ നൽകുന്ന സർക്കാർ പദ്ധതിയാണ്. 15,000 രൂപ നൽകുന്ന സർക്കാർ പദ്ധതിയാണ് ഏത്? പ്രധാൻമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന. 15,000 രൂപയാണ് സ്വകാര്യ മേഖലയിൽ ആദ്യമായി ജോലി ലഭിക്കുന്ന യുവാക്കൾക്ക് 15,000 രൂപ നൽകുന്ന സർക്കാർ പദ്ധതി ഏതാണ്? പ്രധാൻമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന. ഓക്കെ, അപ്പൊ ഈ ഡേറ്റ് ഞാൻ പറഞ്ഞത് ഓർത്തു വെക്കാൻ പറഞ്ഞു. ഓഗസ്റ്റ് 20. പിറ്റേന്ന് 2025 ഓഗസ്റ്റ് 21 മറ്റൊരു പ്രഖ്യാപനം ഉണ്ടായി. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തെ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം ഏത്? കേരളം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം ഏത്? കേരളം. എന്നാണ് പിണറായി വിജയൻ കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചത്? 2025 ഓഗസ്റ്റ് 21. 2025 ഓഗസ്റ്റ് 21. ഓക്കെ, സംസ്ഥാനത്തെ ആദ്യത്തെ ഹരിത ബജറ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ ആണ്. സംസ്ഥാനത്തെ ആദ്യത്തെ ഹരിത ബജറ്റ് ആണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ആണ് ഇത് അവതരിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങുന്നത്. ഓക്കെ, ഓർക്കുക. അടുത്തതും ഇമ്പോർട്ടന്റ് ആണ്. ശുഭ്മാൻ ഗിൽ ഒരു ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റവും കൂടുതൽ റൺസ് എടുക്കുന്ന ഇന്ത്യൻ ക്യാപ്റ്റൻ ആര്? ഒരു ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റവും കൂടുതൽ റൺസ് എടുക്കുന്ന ഇന്ത്യൻ ക്യാപ്റ്റൻ ആണ് ശുഭ്മാൻ ഗിൽ. ഇദ്ദേഹം മറികടന്നത് ആരുടെ റെക്കോർഡാണ്? സുനിൽ ഗവാസ്കറിന്റെ റെക്കോർഡാണ് ശുഭ്മാൻ ഗിൽ മറികടന്നത്. അപ്പൊ ഒരു ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റവും കൂടുതൽ റൺസ് എടുക്കുന്ന ഇന്ത്യൻ ക്യാപ്റ്റൻ ആരാണെന്ന് ചോദിച്ചാൽ ശുഭ്മാൻ ഗിൽ ആണ്. റോഡ് സുരക്ഷയ്ക്ക് വേണ്ടി AI നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച ആദ്യത്തെ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. റോഡ് സുരക്ഷയ്ക്ക് വേണ്ടി AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശ്, ഓർക്കുക. അടുത്തത് ISROയുടെ ഒരു ദൗത്യമാണ് ലഡാക്കിൽ ആരംഭിച്ച ഒരു അനലോഗ് ദൗത്യം. ഹോപ്പ് എന്നതാണ് ഈ ദൗത്യത്തിന്റെ പേര്. ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും ഒക്കെ മനുഷ്യരെ വിടാൻ പരിശീലനം നൽകുന്ന ഒരു ദൗത്യമാണ് ഹോപ്പ്. ഹോപ്പിന്റെ ഫുൾ ഫോം ഹ്യൂമൻസ് ഇൻ ഓർബിറ്റ് ആൻഡ് പ്ലാനറ്ററി എക്സ്പ്ലോറേഷൻ. ഹ്യൂമൻസ് ഇൻ ഓർബിറ്റ് ആൻഡ് പ്ലാനറ്ററി എക്സ്പ്ലോറേഷൻ. ഹ്യൂമൻസ് ഇൻ ഓർബിറ്റ് ആൻഡ് പ്ലാനറ്ററി എക്സ്പ്ലോറേഷൻ എന്ന ഹോപ്പ് എന്ന പദ്ധതി, ഹ്യൂമൻസ് ഇൻ ഓർബിറ്റ് ആൻഡ് പ്ലാനറ്ററി എക്സ്പ്ലോറേഷൻ എന്ന ഹോപ്പ് എന്ന പദ്ധതി എവിടെയാണ് ആരംഭിച്ചത്? ഒരു അനലോഗ് ദൗത്യമാണ്. ISROയുടെ അനലോഗ് ദൗത്യമാണ് ലഡാക്കിലാണ് ആരംഭിച്ചത്. ലഡാക്കിൽ. ഓക്കെ, അടുത്തത് ഒരു ഭാഗ്യ ചിഹ്നമാണ്, വളരെ ഇമ്പോർട്ടന്റ്. ഇന്ത്യയിലെ ആദ്യത്തെ ഖേലോ ഇന്ത്യ ജലകായിക മേള. ഇന്ത്യയിലെ ആദ്യത്തെ ഖേലോ ഇന്ത്യ ജലകായിക മേളയുടെ മാസ്കോട്ട് അഥവാ ഭാഗ്യ ചിഹ്നം ഹിമാലയൻ കിങ്ഫിഷർ ആണ്. ഹിമാലയൻ കിങ്ഫിഷർ ആണ് ഖേലോ ഇന്ത്യ ജലകായിക മേളയുടെ ഭാഗ്യ ചിഹ്നം. ഓക്കെ, അപ്പൊ പറഞ്ഞ ഇത്രയും പോയിന്റ്സ് ക്ലിയർ അല്ലേ? വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം ആനമല തമിഴ്നാട്. മിഷൻ സുദർശൻ ചക്ര ഓർക്കുക, ദേശീയ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. 2025 ഓഗസ്റ്റ് 20 പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ഓൺലൈൻ ഗെയിമിംഗ് ബിൽ ലോക്സഭ പാസാക്കിയത്. ഇത് അവതരിപ്പിച്ചത് അശ്വിനി വൈഷ്ണവ്. മൈനിങ് ടൂറിസം പദ്ധതി ജാർഖണ്ഡ്. തെലങ്കാനയും ആന്ധ്രാപ്രദേശും നടപ്പിലാക്കിയ 2 പദ്ധതികൾ മഹാലക്ഷ്മി പദ്ധതി തെലങ്കാന, സ്ത്രീ ശക്തി പദ്ധതി ആന്ധ്രാപ്രദേശ്. ചശോത്തി ഗ്രാമം ജമ്മു കാശ്മീരിൽ സ്ഥിതി ചെയ്യുന്നു. അരുന്ധതി റോയുടെ പുസ്തകം മദർ മേരി കംസ് ടു മീ
ADB 2025 ജൂലൈ മാസത്തിൽ പ്രസിദ്ധീകരിച്ച അല്ലെങ്കിൽ പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് സാമ്പത്തിക വളർച്ച ഇന്ത്യയുടെ 6.5%, 10,000 രൂപ നൽകുന്ന പദ്ധതി പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന. 2025 ഓഗസ്റ്റ് 21 ശ്രീ പിണറായി വിജയൻ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായിട്ട് കേരളത്തെ പ്രഖ്യാപിച്ചത്. സംസ്ഥാനത്തെ ആദ്യത്തെ ഹരിത ബജറ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ ക്യാപ്റ്റൻ ആണ് ശുഭ്മാൻ ഗിൽ. സുനിൽ ഗവാസ്കറിന്റെ റെക്കോർഡാണ് ഇദ്ദേഹം മറികടന്നത്. റോഡ് സുരക്ഷയ്ക്ക് AI ഉപയോഗിച്ച ആദ്യത്തെ സംസ്ഥാനം ഉത്തർപ്രദേശ് ആണ്. ലഡാക്കിൽ ISRO ആരംഭിച്ച അനലോഗ് ബഹിരാകാശ ദൗത്യമാണ് ഹോപ്പ് എന്നത്. ഖേലോ ഇന്ത്യ ജല കായിക മേളയുടെ മാസ്കോട്ട് ഹിമാലയൻ കിങ്ഫിഷർ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു വയോജന കമ്മീഷൻ രൂപീകരിച്ച സംസ്ഥാനം ഏത്? താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്തിട്ട് പോവുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കാം. ഓക്കെ, നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യണേ. മസ്റ്റ് ആയിട്ടും ഫസ്റ്റ് കമന്റിൽ ലിങ്ക് ഉണ്ടായിരിക്കും. പിന്നെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴ്സുകളെല്ലാം വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. 10th പ്രിലിംസ് 2025 ഒക്കെ ഫീസ് 499 ഉള്ളൂ, 499 രൂപയേ ഉള്ളൂ. ഒക്ടോബർ ഡിസംബർ മാസം നടക്കുന്ന ഡിസംബർ 31 വരെ വാലിഡിറ്റി ഉണ്ട് കേട്ടോ. ജോയിൻ ചെയ്യണേ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.